ഹലോ, ഇത് കഴിഞ്ഞ ദിവസം എടുത്ത ദീപാവലി ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദി സീനാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോണത്. എനിക്ക് കുറച്ച് ഐഡിയയും കാര്യങ്ങളും അതേപോലെ പിൻട്രസ്റ്റിൽ കണ്ട കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചാണ് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചത്. കറക്റ്റ് അതേപോലെ വന്നില്ലെങ്കിലും ഏകദേശമൊക്കെ ആയി. ഞാൻ തലേദിവസം വിളിച്ചിട്ടായിരുന്നു ആ ചേട്ടനോട് പറഞ്ഞത് ഇങ്ങനെ നമുക്കൊരു ഫോട്ടോ ഷൂട്ട് ചെയ്താലോ എന്ന്. അപ്പോൾ തന്നെ ആ ചേട്ടൻ ഓക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഇരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ നിച്ചൂട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയുള്ള ചെക്കൻ എന്നെക്കായി മുമ്പേ റെഡിയായി മുണ്ടൊക്കെ കൊടുത്ത് റെഡിയായി നിൽക്കണമായിരുന്നു ചേട്ടൻ. ഇപ്പോൾ ആയിട്ടാണെങ്കിൽ അവൻ ഓരോ മോഡലിൽ നിൽക്കുകയും പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞാൽ ഈ മോഡൽസ് തട്ടണ പോലെ അപ്പം തന്നെ ഓരോരോ പോസിലേക്ക് ചേഞ്ച് ചെയ്ത് മാറി നിൽക്കും കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എന്നെ എല്ലാവരും പറയണത് എന്നെ പോലെ തന്നെയാണ് അവൻ്റെ സ്വഭാവം എന്നാണ്. അതിപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യണതൊക്കെ കാണണത് കൊണ്ട് തന്നെ പുള്ളിയും വ്ളോഗ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അവൻ്റെ വ്ളോഗിങ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്ര വ്യക്തമായിട്ടാണ് എല്ലാം പറയണതെന്ന്. ഈ ഒരു സാരി എന്ന് പറയുന്നത് ഭയങ്കര ഹെവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്തിട്ട് മര്യാദക്ക് നിൽക്കേണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചേച്ചിയുടെ സാരിയായിരുന്നു. ഇത്ര ഹെവി വർക്കുള്ളതുകൊണ്ട് തന്നെ ചേച്ചിക്ക് പിന്നെ ഉടുക്കാനായിട്ട് മടിയായതുകൊണ്ട് ഇങ്ങനെ വെച്ചേച്ചു. നല്ല അത്യാവശ്യം പ്രൈസൊക്കെ ഉള്ള ഒരു സാരിയാണ്. അങ്ങനെ നമ്മുടെ നിച്ചുമ്മയുടെ ഷൂട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഓരോ പോസിലും മുണ്ടൊക്കെ പിടിച്ചൊക്കെ നിൽപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോസ് എടുക്കാനും അതേപോലെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ. എനിക്കതുകൊണ്ട് സന്തോഷം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് തന്നെ ഞാൻ ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. പിന്നെ മറ്റേ ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിൽ പറയണ പോലെ എല്ലാ കീടാണും ചത്തതിന് രണ്ടെണ്ണം ഇങ്ങനെ ജീവിച്ചിരിക്കില്ല. അങ്ങനെ കുറച്ച് പേരുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കി നടക്കണം. കീടാണുക്കളാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഹാർപ്പിക്ക് വെച്ച് അതുങ്ങളെയും കൂടി കൊല്ലാം. ഇത് വെച്ച് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.